അത് നമ്മുടെ വെബ്സൈറ്റിൻ്റെ ഡെവലപ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടതാണ്. SEO ഡിജിറ്റൽ മാർക്കറ്റിങ്ങിനും ഇതിനകത്ത് എന്താണ് കാര്യം എന്നൊക്കെ ഉള്ളത് തോന്നാം. എന്നാലും നമ്മൾ SEO നമസ്കാരം സുഹൃത്തുക്കളെ, ഞാൻ ബ്രഹ്മദാസ്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ കുറച്ച് വീഡിയോകളായിട്ട് SEO ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്യുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള ടെക് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് കണ്ടൻസാണ് വീഡിയോയിൽ പബ്ലിഷ് ചെയ്യുന്നത്. ഇന്നത്തെ വീഡിയോയുടെ കണ്ടൻറ്റ് വേർഡ്പ്രസ് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിനെ പറ്റിയാണ്. ശരിക്കും ഇത് വേർഡ്പ്രസ് ഒരു CMS ആണ്. അത് നമ്മുടെ വെബ്സൈറ്റിൻ്റെ ഡെവലപ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടതാണ്. SEO ഡിജിറ്റൽ മാർക്കറ്റിങ്ങിനും ഇതിനകത്ത് എന്താണ് കാര്യം എന്നൊക്കെ ഉള്ളത് തോന്നാം. എന്നാലും നമ്മൾ SEOയുമായിട്ട് വളരെ ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു സംഗതി തന്നെയാണ് നമ്മൾ വെബ്സൈറ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ ഉപയോഗിക്കുന്ന വേർഡ്പ്രസ് എന്ന് പറയുന്ന CMS. നമ്മുടെ വേർഡ്പ്രസ് CMSൻ്റെ പ്രത്യേകതകളാണ് ഈ വീഡിയോയ്ക്കകത്ത് പറയുന്നത്. ലോകത്തിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ വെബ്സൈറ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ ഇപ്പം ഉപയോഗിക്കുന്ന ഒരു CMS കൂടിയാണ് വേർഡ്പ്രസ്. CMS എന്ന് പറഞ്ഞാൽ കണ്ടൻറ്റ് മാനേജ്മെൻറ്റ് സിസ്റ്റം. നമ്മുടെ വെബ്സൈറ്റ് CMSൽ മെയിൻറ്റെയിൻ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ വേർഡ്പ്രസ് പോലെയുള്ള ഒരു കണ്ടൻറ്റ് മാനേജ്മെൻറ്റ് സിസ്റ്റത്തിൽ മെയിൻറ്റെയിൻ ചെയ്യുമ്പോൾ നമുക്ക് വളരെ ലളിതമായിട്ട് വെബ്സൈറ്റിനകത്തുള്ള മോഡിഫിക്കേഷനും വെബ്സൈറ്റ് മെയിൻ്റെനൻസും സാധ്യമാണ്. വെബ്സൈറ്റ് ഡെവലപ്പ് ചെയ്യാനായിട്ട് വേർഡ്പ്രസ് ഉപയോഗിക്കാൻ തന്നെ കാരണം ലോകത്തിലെ ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് വളരെ യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു CMS ആയി വേർഡ്പ്രസ് മാറിയത് കൊണ്ടാണ്. വേർഡ്പ്രസിനകത്തുള്ള ഫീച്ചേഴ്സ് അത്ര കണ്ട് വളരെ കേമമാണ്. കഴിഞ്ഞ വീഡിയോ, അതായത് കഴിഞ്ഞ അസറ്റ് കംപ്രഷനെ പറ്റിയുള്ള വീഡിയോയ്ക്കകത്ത് വന്ന ഒരു സുഹൃത്തിൻ്റെ കമൻറ്റ് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. കാര്യങ്ങളെപ്പറ്റി, SEO ഡിജിറ്റൽ മാർക്കറ്റിങ്ങുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചെയ്യുന്ന കാര്യങ്ങളെപ്പറ്റി പ്രസംഗിക്കുന്നതല്ലാതെ അത് ചെയ്ത് ആൾക്കാർക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിൽ, ഉൾക്കൊള്ളാൻ പറ്റുന്ന രീതിയിൽ ചെയ്ത് കാണിക്കുന്നില്ല എന്നുള്ളൊരു കമൻ്റാണ് കണ്ടത്. അപ്പോൾ ശരിക്ക് എൻ്റെ ചാനലിനകത്തുള്ള പഴയ വീഡിയോകൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ഞാൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിപ്പിക്കുന്ന ആളാണ്. ഒരുപാട് ചാനലിനകത്തുള്ള മിക്ക വീഡിയോസും എൻ്റെ സ്റ്റുഡൻസിനെ ലൈവായിട്ട് പഠിപ്പിക്കുന്നതിൻ്റെ സ്ക്രീൻ റെക്കോർഡ് ചെയ്ത വീഡിയോസാണ്. അത് ഇച്ചിരി ലെങ്തി ആയിട്ടുള്ള വീഡിയോസാണ്. കാരണം സ്റ്റുഡൻസിനെ അത്രമാത്രം ഞാൻ ക്ഷമയോടുകൂടി സമയം കണ്ടെത്തിയാണ് പഠിപ്പിക്കാറ്. ആ സമയമെടുത്ത് പഠിപ്പിക്കുന്ന വീഡിയോസ് സ്ക്രീൻ റെക്കോർഡ് ചെയ്താണ് പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. ആ ഒരു പോരായ്മ ആ വീഡിയോകളിലുണ്ടാകും. എന്നാലും വളരെ വ്യക്തമായിട്ട് കാര്യങ്ങൾ ചെയ്ത് കാണിച്ചു കൊടുത്ത് ലൈവായിട്ട് പറഞ്ഞു കൊടുക്കുന്ന വീഡിയോസാണ്. ഇതുപോലെ ഉള്ള ഈ പ്രസംഗം മാത്രമല്ല എന്നുള്ളതും ആൾക്കാരറിയാം. ചിലപ്പോൾ നമ്മളുടെ ഈ സംസാരിക്കുന്ന വീഡിയോസ് കാണുമ്പോൾ, അല്ലെങ്കിൽ ഇതുപോലെ ഒരു ടോപ്പിക്കിനെ പ്രസൻറ്റ് ചെയ്യുന്ന ചെറിയ മുഖവരയിടുന്ന ഒരു വീഡിയോ നമ്മൾ പറയുമ്പോൾ ഇതിനെക്കുറിച്ച് പ്രസംഗിക്കുക മാത്രമേ ഉള്ളൂ, സംസാരിക്കുക മാത്രമേ ഉള്ളൂ എന്നൊക്കെ ഉള്ളത് പൊതുവെ പറയാവുന്ന ഒരു സംഗതിയാണ്. പക്ഷേ ചാനലിനകത്ത് 250-ലധികം വീഡിയോസ് ഉണ്ട്. അതിനകത്ത് 200-ലധികം വീഡിയോസും വളരെ ഡീറ്റെയിൽ ആയിട്ട് ഇത് പഠിപ്പിക്കുകയും കാണിച്ചു കൊടുത്ത് ലൈവായിട്ട് സ്ക്രീൻ റെക്കോർഡ് ചെയ്തിരിക്കുന്ന വീഡിയോസാണ്. അത് ക്ഷമയോടുകൂടി ഇരുന്നാൽ കണ്ടാൽ നമുക്ക് മനസ്സിലാവുന്നതാണ്. എല്ലാം വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള വീഡിയോസ് ആയതുകൊണ്ട്. ഇന്നിപ്പോൾ ഞാൻ ഈ പറയുന്ന ചർച്ച ചെയ്യുന്ന ടോപ്പിക്ക് വേർഡ്പ്രസിൻ്റെ CMSനെ പറ്റിയാണ്. വേർഡ്പ്രസ് എന്ന് പറയുന്ന CMS ഒരു വെബ്സൈറ്റിന് വേണ്ടി ഉപയോഗിക്കാനായിട്ട് നമുക്ക് ഒരുപാട് ഡെവലപ്മെൻറ്റ് അറിവുകളൊന്നും വേണമെന്നില്ല, ഒരുപാട് HTML സ്കിൽസ് ഒന്നും വേണമെന്നില്ല. അത്യാവശ്യത്തിന് അത് ചെയ്ത് കാണിക്കുന്നതൊന്ന് കണ്ടാലോ ഒന്ന് മനസ്സിലാക്കിയാലോ ഈസി ആയിട്ട് ഏതൊരാൾക്കും ചെയ്യാവുന്ന ഒരു സംഗതി തന്നെയാണ്. അപ്പോൾ നമുക്കൊരു വെബ്സൈറ്റ്, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു വെബ്സൈറ്റ് നിങ്ങൾക്ക് വേർഡ്പ്രസിൽ മെയിൻറ്റെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാൻ ഈ പറയുന്ന വീഡിയോ മാത്രം കണ്ടു കഴിഞ്ഞാൽ ഒരിക്കലും സാധിക്കുകയില്ല. ഇതിനു മുമ്പേ ഞാൻ ഇട്ടേക്കുന്ന ഒരു വീഡിയോ, ഞാൻ അതിൻ്റെ ലിങ്ക് ഇവിടെ അതിൻ്റെ കാർഡായിട്ട് ആഡ് ചെയ്യാം. ആ ലിങ്ക് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ആ വീഡിയോ കാണാവുന്നതാണ്. അതുകൂടാഞ്ഞിട്ട് ഈ വീഡിയോയ്ക്കകത്ത് തന്നെ ഞാൻ ഡിസ്ക്രിപ്ഷനകത്ത് എൻ്റെ ലിങ്ക് കൂടെ ആഡ് ചെയ്തേക്കാം. ആ വീഡിയോയ്ക്കകത്ത് ഒരു വേർഡ്പ്രസ് ഇൻസ്റ്റാളേഷൻ പൂർണ്ണമായിട്ടും വളരെ ലളിതമായിട്ട് ഇൻസ്റ്റാൾ ചെയ്യുന്നതിൻ്റെ ലളിതമായിട്ടുള്ള ക്ലാസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. വേർഡ്പ്രസ് ഇൻസ്റ്റാളേഷൻ മാത്രമല്ല ആ വീഡിയോയുടെ കണ്ടൻറ്റ്, ഒരു ഡൊമൈൻ ലൈവായിട്ട് പർച്ചേസ് ചെയ്ത്, ഹോസ്റ്റിംഗ് ലൈവായിട്ട് പർച്ചേസ് ചെയ്ത്, അതിനകത്തേക്ക് വേർഡ്പ്രസിൻ്റെ സിപ്പ് ഫയൽ അപ്ലോഡ് ചെയ്ത് അതിനെ കോൺഫിഗർ ചെയ്യുകയും അതിന് വേണ്ടിയിട്ടുള്ള ഡേറ്റാബേസ് ഇൻസ്റ്റാൾ ചെയ്യുകയും അതിനെ കസ്റ്റമൈസ് ചെയ്യുന്നതും അതിനകത്ത് തീം ചേഞ്ച് ചെയ്യുന്നതും അതിനകത്ത് അങ്ങനെയുള്ള പല കാര്യങ്ങൾ, അതിൻ്റെ പ്ലഗിൻസിനെ പറ്റി പറയുന്നുണ്ട്. അതുപോലെ തന്നെ യൂസർ മാനേജ്മെൻറ്റ് സിസ്റ്റത്തിനെ പറ്റി പറയുന്നുണ്ട്. ഇതൊക്കെ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന വീഡിയോ ആണ്. അപ്പോൾ ആ വീഡിയോ വളരെ വ്യക്തമായിട്ട് ഈ ഒരു പ്രസംഗത്തിലൂടെ അല്ലാതെ, ഇങ്ങനെ പ്രസൻറ്റ് ചെയ്യുന്ന വീഡിയോയിലൂടെ അല്ലാതെ
കണ്ടു മനസ്സിലാക്കി ചെയ്യണമെന്നൊക്കെ ഉള്ള ആൾക്കാർക്ക് ആ വീഡിയോ കാർഡിൽ നിന്നോ ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്കിൽ നിന്നോ എടുത്ത് നിങ്ങൾക്ക് കാണാവുന്നതാണ്. കുറച്ച് ലെങ്തി വീഡിയോ ആണ്, കാരണം കോളേജിലുള്ള സ്റ്റുഡൻസിന് ഞാൻ ലൈവായിട്ട് പഠിപ്പിക്കുന്ന വീഡിയോ ആണ്. അതിനകത്ത് ഡൊമൈൻ ബുക്ക് ചെയ്യുന്നത് മുതൽ ഹോസ്റ്റിംഗ് എടുക്കുന്നത് മുതൽ അതിൻ്റെ വേർഡ്പ്രസ് ഇൻസ്റ്റാളേഷൻ ചെയ്യുന്നതും അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള SEOയ്ക്കും ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്യുന്ന ആൾക്കാർക്ക് ആവശ്യമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ അതിനകത്ത് ചർച്ച ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഒത്തിരി ലെങ്തി ആയിട്ടുള്ള വീഡിയോ ആണ്. ഒരു പക്ഷേ അതൊരു നല്ല ലെങ്തുള്ള വീഡിയോ ആണ്. പക്ഷേ ആ വീഡിയോ കാണുന്ന ഒരാൾക്ക് കൃത്യമായിട്ട് ഒരു ഡൊമൈൻ എടുക്കാനോ പർച്ചേസ് ചെയ്യാനോ ഹോസ്റ്റിംഗ് പർച്ചേസ് ചെയ്യാനോ അതിനകത്ത് വേർഡ്പ്രസിൻ്റെ ഇൻസ്റ്റാളേഷൻ വളരെ ഈസി ആയിട്ട് നടത്താനോ സാധ്യമാണ്. അപ്പോൾ ഒരു വെബ്സൈറ്റ് വേർഡ്പ്രസിൽ മെയിൻറ്റെയിൻ ചെയ്യുന്ന ആൾക്കാർക്ക് പറ്റിയൊരു വീഡിയോ ആണ് ഈ ലിങ്കിനകത്ത് കൊടുത്തിരിക്കുന്നത്, അല്ലാതെ പ്രസംഗം മാത്രമല്ല. ഇനി ഈ വീഡിയോയ്ക്കകത്തുള്ള ഇന്ന് എനിക്ക് പ്രസൻറ്റ് ചെയ്യാനുള്ള കണ്ടൻറ്റ് വേർഡ്പ്രസിൻ്റെ ഗുണങ്ങളെ പറ്റിയാണ്. വേർഡ്പ്രസ് എന്ന് പറയുന്ന CMS അഥവാ കണ്ടൻറ്റ് മാനേജ്മെൻറ്റ് സിസ്റ്റം നമ്മൾ ഉപയോഗിക്കുമ്പോൾ, വെബ്സൈറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുമ്പോൾ നമുക്ക് SEOയ്ക്ക് ആവശ്യമായിട്ടുള്ള ഒരുപാട് ഗുണങ്ങൾ അതിനകത്തുണ്ട്. അതിനകത്ത് SEO ചെയ്യാനുള്ള പ്ലഗിൻ ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. നമ്മളുടെ വെബ്സൈറ്റ് വേർഡ്പ്രസിൽ മെയിൻറ്റെയിൻ ചെയ്യുമ്പോൾ അതിൻ്റെ URL SEO ഫ്രണ്ട്ലി ആയിട്ട് സ്ട്രക്ചേർഡ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ നമുക്ക് സാധിക്കും. അങ്ങനെ ഒരുപാട് ഗുണങ്ങൾ ഈ വേർഡ്പ്രസിനകത്ത് വെബ്സൈറ്റ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് കൊണ്ടുണ്ട്. എന്നാൽ സാധാരണ ഒരു HTML ഫയലിൽ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു വെബ്സൈറ്റ് നമുക്കതിനകത്ത് കുറച്ച് പോരായ്മകൾ അതിനകത്ത് ഉണ്ടാകാം. ഒരു HTML മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു വെബ്സൈറ്റിനകത്ത് എഡിഷൻസ് വരുത്താൻ അത്രയും HTML സ്കിൽഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് സാധിക്കുകയുള്ളൂ. അത് ചിലപ്പം സ്കിൽഡ് അല്ലാത്ത ആൾക്കാർക്ക്, ഒരു അമച്വർ ആയിട്ടുള്ള ആളിന് കൂടുതൽ സമയം എടുത്തെന്ന് വരാം. എന്നാൽ ഒരു വേർഡ്പ്രസിൽ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്ന ഒരു വെബ്സൈറ്റിനകത്താണെങ്കിൽ അത്ര HTML സ്കിൽസ് ഒന്നും ഇല്ലാതെ തന്നെ പേജ് ക്രിയേറ്റ് ചെയ്യാനോ പോസ്റ്റ് ക്രിയേറ്റ് ചെയ്യാനോ അത് പബ്ലിഷ് ചെയ്യാനോ ഒപ്റ്റിമൈസ് ചെയ്യാനോ ഒക്കെയുള്ള സാധ്യതകൾ ഒത്തിരി ഉണ്ട്. അപ്പം ഒരുപാട് ആൾക്കാർക്ക് വളരെ ഈസി ആയിട്ട് വെബ്സൈറ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്ന ഒരു CMS ആണ് വേർഡ്പ്രസ്. അതിനെപ്പറ്റിയാണ് വീഡിയോ. ഇനി വേർഡ്പ്രസിനകത്തുള്ള ഗുണങ്ങളെ പറ്റി പറയുമ്പോൾ അതിനകത്തുള്ള പെർമാലിങ്ക് സെറ്റിങ്സ്, അതിനകത്ത് പ്ലഗിൻസ് ഉപയോഗിക്കാൻ പറ്റുന്ന രീതി, ഡിസൈനുകൾ വളരെ ക്വിക്ക് ടൈം കൊണ്ട് നമുക്ക് മാറ്റാൻ പറ്റുന്ന സവിശേഷത, അതുപോലെ പേജുകളും പോസ്റ്റുകളൊക്കെ വളരെ ക്വിക്കായിട്ട് പബ്ലിഷ് ചെയ്യാൻ പറ്റുന്നത്, എഡിറ്റ് ചെയ്യാൻ പറ്റുന്നത്, ഇതൊക്കെ അതിനകത്ത് എടുത്തു പറയത്തക്ക ഗുണങ്ങളാണ്. യൂസർ ഫ്രണ്ട്ലി ആയിട്ട് നമുക്കിതൊക്കെ മോഡിഫൈ ചെയ്യാൻ സാധിക്കും. ഏറ്റവും പ്രധാനപ്പെട്ട സംഗതികൾ പറയുമ്പോൾ അതിൽ യൂസർ മാനേജ്മെൻറ്റ് സിസ്റ്റം ഉണ്ട്. ഒരു വേർഡ്പ്രസിനകത്ത് നമ്മളൊരു ടീമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു വെബ്സൈറ്റിനകത്ത് ഒരു പല റോളുകൾ കൊടുത്തുകൊണ്ട് നമുക്ക് യൂസേഴ്സിനെ മാനേജ് ചെയ്യാം. ഫോളോവർ മുതൽ കോൺട്രിബ്യൂട്ടർ, അതുപോലെ ഓതർ, എഡിറ്റർ, അങ്ങനെ പല പ്രിവിലേജസ് ആഡ് ചെയ്തുകൊണ്ട് അക്സസ്സുകൾ കൊടുത്തുകൊണ്ട് നമുക്ക് അതിനകത്ത് എഡിറ്റർ, അതുപോലെ തന്നെ അഡ്മിൻ, അങ്ങനെ ഇത്രയും ഡീറ്റെയിൽസ് നമുക്ക് യൂസേഴ്സിനെ മാനേജ് ചെയ്യാൻ വേർഡ്പ്രസിനകത്ത് ഇൻബിൽറ്റ് ആയിട്ട് തന്നെ സാധിക്കും. ഇനി നമ്മുടെ വെബ്സൈറ്റിൻ്റെ മെയിൻ്റനൻസ് അല്ലെങ്കിൽ SEO പ്രോസസ്സും വെബ്സൈറ്റിനകത്തുള്ള പേജസിൻ്റെ പബ്ലിഷിങ്ങും കംപ്ലീറ്റ് ആയിട്ടില്ല, അത് നടന്നുകൊണ്ടേ ഇരിക്കുന്നതേ ഉള്ളൂ. അതിനിടയ്ക്ക് വെബ്സൈറ്റിനെ ഗൂഗിൾ ക്രോൾ ചെയ്യുക ഒന്നും ചെയ്യാതിരിക്കാൻ നമുക്ക് ഒരു സിമ്പിൾ സെറ്റിങ്സോട് കൂടി തന്നെ നമുക്കതിനെ ഡിസേബിൾ ചെയ്ത് വയ്ക്കാൻ പറ്റും. അതുപോലെ തന്നെ അത് എഡിഷൻസ് ഒക്കെ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഒറ്റ ക്ലിക്കിൽ തന്നെ നമുക്ക് ഇനേബിൾ ചെയ്ത് വയ്ക്കാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് വിവിധ തരത്തിലുള്ള പ്ലഗിൻസ് ഉപയോഗിക്കാൻ പറ്റും. സൈറ്റ് മാപ്പ് പ്ലഗിൻ ഉപയോഗിച്ച് നമ്മൾ വെബ്സൈറ്റിൻ്റെ സൈറ്റ് മാപ്പിൻ്റെ ഡോക്യുമെൻ്റ് ഉണ്ടാക്കി ഗൂഗിളിൽ സബ്മിറ്റ് ചെയ്യാൻ പറ്റും. നമ്മളെ വെബ്സൈറ്റുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പബ്ലിഷ് ചെയ്യുന്ന പോസ്റ്റുകളെ ഷെയർ ചെയ്യാനുള്ള ഷെയർ ബട്ടൺ ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരുപാട് ഗുണങ്ങൾ വേർഡ്പ്രസിൽ മെയിൻറ്റെയിൻ ചെയ്യുന്ന വെബ്സൈറ്റിനകത്ത് ഉണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇനി SEO പ്ലഗിൻ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാലോ, യോസ്റ്റ് പോലെയുള്ള SEO പ്ലഗിൻ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ വെബ്സൈറ്റിനകത്ത് കോൺട്രിബ്യൂട്ടർ, ഓതർ, എഡിറ്റർ, അഡ്മിൻ പോലെയുള്ള പ്രിവിലേജസിന് ഉൾപ്പെടെ, അതുകൂടാതെ നമുക്ക് SEO എഡിറ്റ് ചെയ്യാനുള്ള SEO എഡിറ്റർ എന്നുള്ള പോസ്റ്റ്, അതുപോലെ SEO മാനേജർ എന്നുള്ള പ്രിവിലേജ്, ഇതൊക്കെ നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും, അതിനകത്ത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഓരോ റോളുകൾക്കും ഓരോ പ്രിവിലേജ് ഉണ്ടാകും. സബ്സ്ക്രൈബേഴ്സിന് അതിൻ്റെ പോസ്റ്റ് കാണാനും അതിൻ്റെ അലേർട്ട് കിട്ടാനും മാത്രമുള്ള എലിജിബിലിറ്റി ഉണ്ടാകത്തുള്ളൂ. എന്നാൽ ഒരു കോൺട്രിബ്യൂട്ടറിന് അതിനകത്ത് പോസ്റ്റ് ആഡ് ചെയ്ത് സേവ് ചെയ്ത് വെക്കാൻ പറ്റും, സബ്മിറ്റ് ടു റിവ്യൂ ആഡ് ചെയ്ത് വെക്കാൻ പറ്റും. അതിന് പബ്ലിഷ് ചെയ്യാനുള്ള അവകാശം ഉണ്ടായിരിക്കുന്നതല്ല. എന്നാൽ ഒരു ഓതറിന് പോസ്റ്റ് ക്രിയേറ്റ് ചെയ്യാനും പബ്ലിഷ് ചെയ്യാനും പറ്റും. അവർക്ക് കാറ്റഗറി ആഡ് ചെയ്യാനോ കുറച്ച് കുറവുകൾ ആ ഓതറിന് ഉണ്ടാകും. എന്നാൽ എഡിറ്റർ എന്നുള്ളൊരു പോസ്റ്റിന് അല്ലെങ്കിൽ ഒരു പ്രിവിലേജ് ഉള്ള ആളിന് സ്വന്തമായിട്ട് പോസ്റ്റ് ക്രിയേറ്റ് ചെയ്യാനും പബ്ലിഷ് ചെയ്യാനും പറ്റുന്നതോടൊപ്പം തന്നെ ബാക്കി ഓതേഴ്സ് ആഡ് ചെയ്തിരിക്കുന്ന പോസ്റ്റുകളെ എഡിറ്റ് ചെയ്യാനും മോഡിഫൈ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ അതിന് തൊട്ട് മുകളിലുള്ള അഡ്മിൻ പ്രിവിലേജ് ഉള്ള ഒരാളിനെ ആൾക്കാരെ ആഡ് ചെയ്യാനോ കോൺട്രിബ്യൂട്ടറായിട്ട് ജോയിൻ ചെയ്ത് വെബ്സൈറ്റിനകത്ത് നല്ല കോൺട്രിബ്യൂഷൻസ് നടത്തിയ നല്ലവണ്ണം തഴക്കം വന്ന ആൾക്കാരെ ഓതറായിട്ടോ എഡിറ്ററായിട്ടോ ആക്കാനൊക്കെ അഡ്മിൻസിനാണ് പറ്റുക. കൂടുതൽ ആൾക്കാരെ ആഡ് ചെയ്യാനായിട്ട് അഡ്മിൻസിന് പറ്റും. അതുപോലെ തന്നെ SEO പ്രിവിലേജ് അല്ലെങ്കിൽ SEO പ്ലഗിൻസ് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ SEO എഡിറ്റർ, SEO മാനേജർ, അങ്ങനെയുള്ള റോളുകൾ അതിനകത്തുണ്ട്. അങ്ങനെ വേർഡ്പ്രസിനെ പറ്റി പറയുകയാണെങ്കിൽ ഒരു നീണ്ട വീഡിയോ തന്നെ ചെയ്യേണ്ടി വരും എന്നുള്ളതാണ് ഒരു വസ്തുത. ഈ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കുന്ന ലിങ്ക് ക്ലിക്ക് ചെയ്ത്
ഒരു വേർഡ്പ്രസ്സിൽ വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യാനുള്ള സ്റ്റെപ്പുകളൊക്കെ വളരെ സിമ്പിളായിട്ട് വളരെ ലളിതമായിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അത് കോളേജിലുള്ള സ്റ്റുഡൻസിന് ഡിജിറ്റൽ മാർക്കറ്റിംഗുകാർക്ക് അവർക്ക് അതിൻ്റെ ഒരു ക്ലാസ് ഞാൻ അറേഞ്ച് ചെയ്തപ്പോൾ അത് റെക്കോർഡ് ചെയ്ത വീഡിയോ ആണ്. നിങ്ങൾക്ക് അത് കണ്ടു കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് വേർഡ്പ്രസ്സിനകത്ത് ഒരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യാനോ അത് ഒപ്റ്റിമൈസ് ചെയ്യാനോ അതിനകത്ത് ചെറിയ ചെറിയ മോഡിഫിക്കേഷൻ വരുത്താനോ അതിൻ്റെ തീം ചേഞ്ച് ചെയ്ത് ഡിസൈൻ മാറ്റുന്നതോ കസ്റ്റമൈസ് ചെയ്യുന്നതോ ഒക്കെ ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ വീഡിയോയ്ക്കകത്ത് പറയുന്നുണ്ട്. ഡേറ്റാബേസ് ഇൻസ്റ്റാൾ ചെയ്ത് കോൺഫിഗർ ചെയ്യുന്നത് അടക്കം നമുക്ക് അതിനകത്ത് ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. താല്പര്യമുള്ള ആൾക്കാർക്ക് വീഡിയോ കാണാം. നമ്മൾ ഇന്നത്തെ വീഡിയോയ്ക്കകത്ത് വേർഡ്പ്രസ് എന്ന് പറയുന്ന CMS ഉപയോഗിക്കുന്നതുകൊണ്ടുള്ള ഗുണങ്ങളെ പറ്റിയാണ്. വേർഡ്പ്രസ് പോലെയുള്ള ബാക്കി CMSകളെയും പരിചയപ്പെട്ടോളൂ. വേർഡ്പ്രസ് പോലെയുള്ള വേറെ CMSകളാണ് ദ്രുബാൽ, ജൂംല, മജൻറ്റോ, ഇതൊക്കെ വേറെ CMSകളാണ്. എന്നാലും വേർഡ്പ്രസ് എന്ന് പറയുന്ന CMSനുള്ള സ്ഥാനം വളരെ വലുതാണ്. കാരണം അതിനകത്ത് ഒരുപാട് ആൾക്കാർക്ക് വളരെ ഈസി ആയിട്ട് വെബ്സൈറ്റിനെ മെയിൻറ്റെയിൻ ചെയ്യാനും ഫീച്ചേർഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു CMS എന്നുള്ള നിലയ്ക്ക് ലോകം അംഗീകരിക്കപ്പെട്ട ഒരു CMS കൂടിയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയ്ക്കകത്ത് വേർഡ്പ്രസ്സുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഗുണങ്ങളെ പറ്റിയുള്ള കണ്ടൻറ്റാണ് ഞാൻ പ്രസൻറ്റ് ചെയ്തത്. തുടർന്നും ടെക് റിലേറ്റഡുള്ള ഒരുപാട് വീഡിയോസ് വരുന്നുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് രൂപത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ പരിചയത്തിൽ SEO ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്യുന്ന ആൾക്കാർക്ക് വീഡിയോസ് ഷെയർ ചെയ്യാവുന്നതാണ്. കൂടുതൽ വീഡിയോകൾ കിട്ടാൻ വേണ്ടി നിങ്ങൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ പറ്റിയുള്ള അഭിപ്രായം നിങ്ങൾക്ക് കമൻറ്റ് രൂപത്തിൽ രേഖപ്പെടുത്താം. പുതിയൊരു വീഡിയോയിൽ കാണുന്നത് വരെയും എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു ഫോർ വാച്ചിങ്. ഐ എം ബ്രഹ്മദാസ് സൈനിങ് ഓഫ്. ബൈ.